സന്തോഷമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുക. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ സന്തോഷം നിങ്ങൾക്ക് അറിയുള്ളൂ. എന്നാൽ സന്തോഷമില്ലാതെ ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്തോഷം നൽകുന്നൊരു സ്ഥലമാണ്, ഒരു ചെലവുമില്ലാതെ സന്തോഷം നൽകുന്നൊരു സമാധാനം നൽകുന്ന ഒരു വിടുതൽ നൽകുന്നൊരു സ്ഥലമാണ് ദൈവസന്നിധി എന്ന് പറയുന്നത്. ഇന്ന് പകൽ എത്ര പേർക്ക് അത് കേട്ടിട്ട് ദൈവസന്നിധിയിൽ നന്ദി പറയുവാൻ കഴിയും? എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാനെന്തോ പാരായിപ്പോളെന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെൻ്റെയുള്ളം നന്നേ നിറയുന്നൻ നന്ദി കൊണ്ടെൻ്റെയുള്ളം നന്നേ നിറയുന്നൻ സന്നാഹമോട് സ്തുതി പാടിടുന്നേ. ദേവാസന്നാഹമോട് സ്തുതി പാടിടുന്നേ. എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. പാട്ടുകാരൻ പാടിയത് എന്നോടുള്ള അങ്ങയുടെ സർവ നന്മകൾക്കായി ഞാൻ എന്ത് ചെയ്യണം എൻ്റെ യേശു. മനസ്സിലായോ? അങ്ങ് എനിക്ക് വേണ്ടി ചെയ്ത സകല നന്മകളെയും ഓർത്ത് ഞാൻ ഇന്ന് എന്ത് ചെയ്യണം? സ്തോത്രം. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ലൈനിൽ ആ പാട്ടുകാരൻ പറഞ്ഞത്, നന്ദി കൊണ്ട് എൻ്റെ ഉള്ളം നിറയുന്നു. എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ സ്തുതിയും സ്തോത്രവും അല്ലാതെ, താങ്ക്സ് അല്ലാതെ വേറെ ഒന്നും പറയാനില്ലെന്നാ പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്തു എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ ഒരു നന്ദി പറയാനിടയായിത്തീർന്നു. നമ്മളിവിടെ ഒന്നും പിടിച്ചു വെച്ച ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കേണ്ട ആളുകളല്ല, സന്തോഷിക്കേണ്ട ആളുകളാണ്. കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മളെ കർത്താവ് പല കാര്യങ്ങൾ നടത്തി. ആ നടത്തിയ വിധങ്ങളൊക്കെ ഓർത്താൽ ദൈവസന്നിധിയിൽ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അതാ നമ്മളെ ദൈവം നടത്തിയത്. അപ്പം എന്നെ ദൈവം നടത്തി, നിങ്ങളെ ദൈവം നടത്തി, എല്ലാ വിധങ്ങളിലും ദൈവം നടത്തി. ഇതെല്ലാം നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഒന്ന് ഓർത്തേ, ആ ഒരു കാര്യത്തിൽ എന്നെ ദൈവം നടത്തിയെങ്കിൽ ഇനി തുടർന്നുള്ള കാര്യത്തിലും ദൈവം നമ്മളെ നടത്തുമെന്ന ഒരു ഉറപ്പില്ലേ? ഇല്ലേ? ഉണ്ട്. ഉറക്കെ പറഞ്ഞു. നിങ്ങൾ ആരും ഇങ്ങനെ ഉറങ്ങരുത്. ഇനി നാളെ അടുത്ത ആഴ്ച മുതൽ ചർച്ചിനകത്ത് AC ഇടത്തില്ല. കാര്യം എനിക്കൊന്ന് ഇപ്പോഴത്തെ ക്ലൈമറ്റും AC ഒക്കെ ആകുമ്പം ഇങ്ങനെ ഒരു 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 ഉറക്കം തൂങ്ങൽ വരുന്നു കാണും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, കഴിഞ്ഞ ഒരാഴ്ചയിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ പറഞ്ഞാൽ
ആവശ്യത്തിൽ ചെയ്തു തരും എന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ച ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കും, ഓ ഇത് വലിയ കാര്യമാണോ? എന്നാൽ എനിക്കത് അന്ന് വലിയ കാര്യമായിരുന്നു. ഞാൻ ഒരു ദിവസം, ഈ ഇട ദിവസങ്ങളിൽ ഒരു ദിവസം അച്ഛൻ്റെ സ്കൂട്ടറും എടുത്തുകൊണ്ട് ടൗണിലേക്ക് പോയി. അപ്പോൾ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, അതിനകത്ത് പെട്രോള് ഇവൻ കൊണ്ടുപോയാൽ അതിനകത്ത് ഫുൾ ടാങ്ക് അടിച്ചോണ്ട് വരും എന്ന് പറഞ്ഞ് വിട്ടപ്പം ഞാൻ കരുതിയില്ല അതിനകത്ത് പെട്രോൾ ഒട്ടുമില്ല. കാര്യം ഞാനത് ഉപയോഗിക്കാറില്ലല്ലോ, വല്ലപ്പോഴും ഉപയോഗിക്കൂ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് കുന്നാച്ചിയിൽ നിന്ന് ഇറങ്ങി ഒരു പകുതി ദൂരം എത്തിയപ്പോഴത്തേക്കും അതിൻ്റെ ഗേജിന് കംപ്ലൈൻറ്റ് വന്നു. പകുതി ദൂരം എത്തിയപ്പോഴത്തേക്ക് ഇവൻ മിസ്സിങ് തുടങ്ങി. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഓ പറഞ്ഞത് ശരിയാണ്, പെട്രോള് ഇല്ല. ഇനി എനിക്ക് തോന്നുന്നു ഓരോ 1.5 കിലോമീറ്റർ കൂടെ ഉണ്ട് ഇവിടെ ബങ്കിലെത്താൻ. ഞാൻ നോക്കിയപ്പോൾ മിസ്സിങ്. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് മിസ്സിങ് വന്നപ്പോഴേ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് പറയാറുണ്ട്, ഞാൻ ദൈവത്തോട് സംസാരിക്കുന്ന എൻ്റെ ഒറ്റയ്ക്കുള്ള യാത്രകളിലൊക്കെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ കൂടുതൽ സംസാരിച്ചുകൊണ്ട് പോകും. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇവിടെ കാണും വഴിയിൽ വണ്ടി നിർത്തിയാൽ ഇവിടെ നിർത്തി ഒരു ഓട്ടോ എടുത്ത് ഒരു കുപ്പി തപ്പി ആ കുപ്പി വാങ്ങിച്ചുകൊണ്ട് ഇനി പോയി വാങ്ങിച്ച് ഇവിടെ കൊണ്ടൊഴിച്ച് വരണം. അപ്പൊ എന്റെ മുമ്പിൽ കൂടെ പയ്യന്മാർ നല്ല ബൈക്കിൽ ചെത്തി സ്പീഡിൽ പോകുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ഇനി ഇവന്മാരെ ആരെങ്കിലും പിടിച്ചു നിർത്തി അവന്റെ ബൈക്കിൽ പിടിച്ചോണ്ട് പോകുന്നു. അങ്ങനെ പല ചിന്തകളെ എങ്ങനെയെങ്കിലും ഓഫ് ആയാൽ അവിടെ ചെല്ലും. ഞാനിത് ചിന്തിച്ചോണ്ട് ദൈവത്തോട് പറഞ്ഞ, കർത്താവേ ഇത് വഴി നീക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുക. അപ്പോഴും നമുക്ക് നമ്മുടെ സെൻസിൽ പറയും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ വണ്ടിയൊക്കെ ആവുമ്പം പെട്രോൾ തീർന്നാൽ ഉടനെ എന്ത് ചെയ്യും, അത് ഓഫാകും. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പം ഇത് മിസ്സിങ് കൂടാൻ തുടങ്ങി. വണ്ടി ഓഫാകുന്നു, ഓണാകുന്നു, ഓഫാകുന്നു, ഓണാകുന്നു. ഞാൻ വിചാരിച്ചു ഇനിയും, അപ്പൊ എനിക്ക് ഒരു സമയമെത്തി, എനിക്ക് പെട്രോൾ ബങ്കിന്റെ ബോർഡ് എന്ത് ചെയ്യാം, കാണാം. ബട്ട് സ്റ്റിൽ അവിടെ വെച്ച് ഓഫായാലും ഞാൻ എന്ത് ചെയ്യണം, ഇത് തള്ളിക്കൊണ്ട് പോകണം. അപ്പോഴും ഞാൻ പറഞ്ഞു, നോ, അത് അവിടെ എത്തണം എന്ന ചിന്തയിൽ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു പോയി. പെട്രോൾ ബങ്കിന്റെ മുമ്പിലെത്തിയപ്പോൾ വണ്ടി വീണ്ടും ഓഫായി. ഞാൻ വീണ്ടും ആക്സിഡന്റ് കൊടുത്തപ്പം വീണ്ടും ഓണായി. പിന്നെ ആ ടാങ്കിന്റെ മുമ്പിൽ ചെന്നപ്പം, അവന്റെ ആ പെട്രോൾ ടാങ്കിന്റെ മുമ്പിൽ ചെന്നപ്പം ഓഫായി. ഞാൻ വെറുതെ ഒരു സംശയത്തിന് ഒന്നുകൂടി അടിച്ചു നോക്കി, അവൻ അത് സ്റ്റാർട്ടാകുന്നേ ഇല്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം നിങ്ങളിത് കേട്ടപ്പം അത് ശരി, അതിനിപ്പോ എന്താ, അത് അവിടെ നിർത്തിയാൽ പോരായിരുന്നു, ഇത്രയും പറയേണ്ട കാര്യമുള്ളൂ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം ഇത്രയുള്ളൂ. ഞാൻ ദൈവത്തോട് കാര്യം സംസാരിച്ചപ്പോൾ ദൈവം ആ കാര്യം ശ്രദ്ധിച്ചു, ദൈവം കേട്ടു, വഴി നിൽക്കാൻ അനുവദിച്ചില്ല എന്നാ പറഞ്ഞത്. അപ്പോഴും മിസ്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. വീഴുമെന്ന് തോന്നി, നിൽക്കുമെന്ന് തോന്നി, ഞാൻ തള്ളണമെന്ന് തോന്നി, എല്ലാ ചിന്തയും ഒരുമിച്ച് കയറി വന്നു. ബട്ട് ഞാൻ അവിടെ പറഞ്ഞു വന്നതിന്റെ ഒരു കാര്യം, ഞാൻ എന്തു ദൈവത്തോട് ആവശ്യപ്പെട്ടത് ദൈവം ചെയ്തു തന്നു. പറഞ്ഞു തന്നതിന്റെ അത് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഒരു സാക്ഷ്യം വേറൊരു സാക്ഷ്യത്തെ ഉളവാക്കും. എനിക്ക് എന്റെ വണ്ടി പെട്രോൾ ബങ്കിൽ എത്തിക്കാൻ ദൈവം സഹായിച്ചെങ്കിൽ, നിങ്ങളുടെ ഒരു ആവശ്യത്തിന് ദൈവത്തോടൊരു കാര്യം സംസാരിച്ചാൽ ആ കാര്യം ദൈവം ചെയ്തു തരുമെന്ന് ഇന്ന് പകൽ ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാ ഞാൻ ഇന്ന് പകൽ ഈ സാക്ഷ്യം നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് വചനം പറയുന്നത്, ഒരു സാക്ഷ്യം വേറൊരു സാക്ഷ്യത്തെ ഉളവാക്കും. അപ്പം നമ്മൾ ഇങ്ങനെ എന്ത് ചോദിച്ചാലും ആവശ്യമുള്ളതാണെന്ന് ദൈവത്തിന് ബോധ്യമുണ്ടെങ്കിൽ, നമുക്കത് പ്രയോജനമാണെന്നും ദൈവത്തിന് താല്പര്യമുണ്ടെങ്കിൽ, ദൈവം അത് ചെയ്തു തരും. എത്ര പേർക്ക് സന്തോഷത്തോടെ ഇത് ഏറ്റെടുക്കാൻ കഴിയും? അതുകൊണ്ട് ഇന്ന് പകലിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന കാഴ്ചക്കാരായിട്ടിരിക്കാനല്ല, കഴിഞ്ഞ ഒരാഴ്ചയിൽ എന്നെ ദൈവം നടത്തിയെങ്കിൽ, അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യമാണ്, അയ്യോ, ഞാനൊരു സിമ്പിൾ ഒരു കാര്യം ചോദിച്ചപ്പം ദൈവം എനിക്ക് ചെയ്തു തന്നെങ്കിൽ 100% നാളെ ഒരു കാര്യം ചോദിച്ചാൽ ദൈവം ചെയ്തു തന്നിരിക്കും. അപ്പൊ ഇത്രമാത്രം എന്നെ സ്നേഹിക്കാൻ ഞാൻ എന്താ ഉള്ളേ? നേരത്തെ ദൈവദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവം ഇത്രമാത്രം സ്നേഹം തന്നും സ്നേഹം കൊടുത്തും കരുതിയും നിർത്തിയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം പെർഫെക്റ്റ് ആയിരിക്കണം ദൈവസന്നിധിയിൽ. എനിക്കൊരു കാര്യം ദൈവദാസൻ പറഞ്ഞത് വളരെ സന്തോഷമായിട്ട് തോന്നി, എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം.
നമ്മൾ ഇവിടുത്തെ ലോക്കൽ മോളിലും ഏത് ഒരു സ്ഥലത്ത് ചെന്നാലും സ്കാനറിനകത്തൂടെ നമ്മൾ കയറി ചെല്ലണം. കണ്ടിട്ടില്ലേ? ഒരു കട്ടള പോലെ ഒരു സാധനം, അതിനകത്തൂടെ കയറി ചെല്ലുമ്പം എന്തെങ്കിലും ഒരു മെറ്റൽ ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ബീപ്പടിക്കും. അപ്പം എയർപോർട്ടുകളിലൊക്കെ ചെല്ലുമ്പോൾ കുറച്ചുകൂടി എന്തോ പറയുന്നത്, സെക്യൂരിറ്റി കുറച്ചുകൂടി ടൈറ്റാണ്. അപ്പം ദൈവദാസൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ കയറുന്നു, ശബ്ദമടിച്ചാലും ശബ്ദമടിച്ചില്ലേലും അപ്പുറത്ത് വേറൊരാൾ നിൽക്കുന്നു, അയാൾ നമ്മളെ കറക്റ്റായിട്ട് അയാളുടെ ബാറ്റ് വെച്ച് സ്ക്രീൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നോക്കിയിട്ടാണ് നമ്മളെ വിടുന്നത്. ആ സമയത്ത് എൻ്റെ കയ്യിലിരിക്കുന്ന ലഗേജ് എന്താണോ ആ ലഗേജ് വേറൊരു സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ മെഷീനകത്ത് ഇടണം. ഈ മെഷീനകത്തിടുമ്പോൾ നമ്മൾ കാണാത്ത ഒരു സ്ഥലത്തുകൂടെ എന്ത് ചെയ്യും? ഈ മെഷീനകത്തൂടെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതിനകത്തൂടെ പോയി അപ്പുറത്തൂടെ വരികയാണ്. പക്ഷെ നോ, ഇതിനകത്തൂടെ പോയി അപ്പുറത്തൂടെ വരുമ്പോൾ ഇപ്പുറത്തൊരാളിരുന്ന് സ്ക്രീനിൽ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. നിന്റെ ബാഗിനകത്ത് എന്തുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് കാണാം. അദ്ദേഹത്തിന് വ്യക്തമായിട്ട് കാണാമെന്ന് പറയുമ്പോൾ അയാളുടെ കണ്ണിങ്ങനെ അടയ്ക്കാനോ കണ്ണ് തുറക്കാനോ അല്ലെങ്കിൽ അയാൾക്കിരുന്ന് ഉറങ്ങാനോ പറ്റത്തില്ല. ഇതിനകത്ത് എന്താണ് ഉള്ളതെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് കാണണമെങ്കിൽ അദ്ദേഹം വളരെ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കും. ഇനിയും അദ്ദേഹത്തിന് ഒരു സംശയം തോന്നിയാൽ ഈ ബാഗ് അപ്പുറത്ത് വരത്തില്ല, ഇവിടെ തന്നെ നിർത്തും. ഇവിടെ തന്നെ നിർത്തിയിട്ട് അദ്ദേഹം അതിനെ സൂം ചെയ്ത് നോക്കും. എന്താ, കുറച്ചുകൂടി ഒന്ന് വലുതാക്കി നോക്കും, എന്താ ഐറ്റം എന്നുള്ളത്. ഐറ്റം അതിനകത്ത് എന്തെങ്കിലും ആ ദൈവദാസൻ പറഞ്ഞതുപോലെ പ്രയോജനമല്ലാത്തത്, കൊണ്ടുപോകാൻ പറ്റാത്തത് ആണെങ്കിൽ ആ ബാഗ് എന്ത് ചെയ്യും? റിട്ടേൺ വരും. ആ ബാഗ് റിട്ടേൺ വന്നിട്ട് അവരോട് പറയും ഈ ബാഗ് തുറന്ന് കാണിക്കാൻ പറയും. എന്നിട്ട് ബാഗ് തുറന്ന് കാണിക്കുമ്പം അവര് അവിടെ കണ്ട സാധനം ഇതിനകത്തിരിക്കുമ്പോൾ പറയും ഇത് അലൗഡ് അല്ല, ഇതെന്ത് ചെയ്യണം? മാറ്റണം. ഇത് മാറ്റണമെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വിഷമമൊക്കെ ആവും. കാര്യം ഇത്രയും കെട്ടിപ്പൂട്ടിക്കൊണ്ട് വന്നതല്ലേ. ഇത് മാറ്റണം എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം. പക്ഷേ അവര് പറയുന്നത് നിനക്ക് തുടർന്ന് യാത്ര ചെയ്യണമെങ്കിൽ ഈ സാധനം നീ ഇവിടെ ഉപേക്ഷിച്ചേ പറ്റൂ. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും കടന്നു പോയാലും ആ സാഹചര്യം യു ഹാവ് ടു കണക്ട് വിത്ത് യുവർ സ്പിരിച്വൽ ലൈഫ്. അപ്പൊ നമ്മുടെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫുമായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് അറിയുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ഒരു ഉദാഹരണത്തിന് ചിന്തിച്ചോ, ഞാനിപ്പോ ദുബായിക്ക് പോകുന്ന സമയത്ത് വേറെ കാര്യമൊന്നുമില്ല, ഒരു നല്ല കത്തി കണ്ടു. ആ കത്തി ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ അവിടുത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് ചിന്തിച്ചാൽ കൊണ്ടുപോകാം, അല്ലാതെ ആരെയും കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നതല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അവര് പറയാ ഈ കത്തി ഈ ബാഗിനകത്ത് ചെയ്യാൻ പാടില്ല, കൊണ്ടുപോകാൻ പറ്റും. ശരി, കത്തി കൊണ്ടുപോകാൻ പറ്റില്ല, അത് വലിയ കുറ്റകരമൊന്നുമല്ല, കത്തി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പം ഈ കത്തി ഇവിടെ ഉപേക്ഷിക്കും. എവിടെ ഇടണം? ഇവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്, അതിനകത്ത് ഇട്ടോണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാ ഇല്ല, ഈ കത്തിയുമായിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ നിന്റെ പോക്ക് മിക്കവാറും അവിടത്തോടുകൂടി അവസാനിക്കും എന്ന് പറഞ്ഞതുപോലെ. അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു കാര്യം. എന്ന് പറഞ്ഞതുപോലെ നമ്മള് അറിഞ്ഞോ അറിയാതെയോ, നല്ലതാണെന്ന് ചിന്തിച്ചോ നല്ലതല്ലെന്ന് ചിന്തിച്ചോ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു വരുമ്പോൾ അത് ദൈവഹിതത്തിന് നിരക്കുന്നതല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ, നമുക്ക് ബോധ്യം തരുമ്പോൾ, അത് എവിടെയാണോ അവിടെ വെച്ചത് ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം തുടർന്നുള്ള യാത്രയിൽ കൂടെയുണ്ടാകും. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ അത് ഇല്ലെന്നുണ്ടെങ്കിൽ എന്നല്ല, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് മസിൽ പിടിച്ച് വാക്കുതർക്കം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതെല്ലാം അവിടെ നിന്ന് പയറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് ഒരു ചുവട് പോലും മുൻപോട്ട് വെക്കാൻ കഴിയത്തില്ല. ആത്മീയ ജീവിതത്തിലെ ഒരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞു. കണ്ടതും കേട്ടതും എല്ലാം വലിച്ചും വാരിക്കൊണ്ടെന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവസന്നിധിയിൽ മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നതാണ്. ഒന്ന് വായിച്ച് എഫെസ്യ ലേഖനം, എഫെഷ്യൻസ് ചാപ്റ്റർ 1:4. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിനു മുമ്പേ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ
നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. നമ്മളെ കർത്താവ് വിളിച്ചതും വേർതിരിച്ചതും കൊണ്ടുപോകാമെന്ന് പറഞ്ഞതും കൈപിടിക്കാമെന്ന് പറഞ്ഞതും നടത്തുന്നതും നടത്തിയതും ഒക്കെ നമ്മൾ എന്താകാൻ വേണ്ടിയിട്ടാണ്? നമ്മള് നിഷ്കളങ്കരും വിശുദ്ധരുമാകേണ്ടതിന്. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്തില്ല? നിഷ്കളങ്കതയുമില്ല, വിശുദ്ധിയുമില്ലാത്തൊരു ജീവിതം. നിങ്ങൾ തന്നെ ഒന്ന് ശോധന ചെയ്തു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആ വാക്കിനോട് ചേർത്ത് ഞാൻ പറയുന്നത്, നമ്മളെ തന്നെ ശോധന ചെയ്യുക. 2 ആഴ്ച എവിടെയും പോയില്ല, ഇത് ദൈവത്തിന്റെ വചനം സംസാരിച്ച അല്ലെങ്കിൽ വചനം മനസ്സിലാക്കി വചനം പഠിച്ച ഈ കാര്യങ്ങൾ ശോധന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചേ, യോ കർത്താവേ, ഞാൻ അത്രമാത്രം പെർഫെക്റ്റ് ആകണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞ ലോകവും അതിന്റെ മോഹമൊക്കെ ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. നമുക്കിങ്ങനൊരു ചിന്ത വരണം ഈ ദിവസം. നമ്മൾ ലോകപ്രകാരം ലോകത്തിന് പുറകെ കുറെ കാശുണ്ടാക്കാൻ വേണ്ടി ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. ഈ ദിവസങ്ങളിൽ പെർഫെക്റ്റ് ആകുക എന്നുള്ളത് ഒരു വലിയ ഒരു ടാസ്കാണ്. അങ്ങനെ എല്ലാവർക്കും ഒന്നും പെർഫെക്റ്റ് ആകാൻ പറ്റത്തില്ല. എന്നാൽ പെർഫെക്റ്റ് ആകാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മെ ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. അതിന് നമ്മുടെ തീരുമാനമായിരിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. എന്താകണം? വിശുദ്ധൻ, നിഷ്കളങ്കൻ. ഇങ്ങനെ ആയി ഞാനും നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നിൽക്കുന്നു എന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടാൽ, അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ എന്ത് ചെയ്യുന്നു? വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയാൻ കഴിയും. അപ്പം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ എന്ത് ചെയ്തിരിക്കുക? അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇത് കിട്ടാത്തതിന്റെ കുഴപ്പം നീ വിശുദ്ധനും നിഷ്കളങ്കനുമല്ല. നമ്മുടെ കയ്യിൽ ഉടായ്പുള്ളത് കൊണ്ടാണ് നമുക്ക് പലതും എന്ത് ചെയ്യാൻ പറ്റാത്തത്, നേടാൻ കഴിയാത്തത്. അങ്ങനെ ഉടായ്പുള്ളത് കൊണ്ട് ലോകപ്രകാരം നേടാൻ പോകുമ്പോൾ അവിടെ പരാജയങ്ങൾ സംഭവിക്കും. നേരെ മറിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരുവനെ ദൈവം അന്ത്യം വരെ നടത്തുവാൻ കഴിവുള്ളവനാണ്. ഒന്ന് വായിക്കാം, ഗലാത്യ ലേഖനത്തിലേക്ക് ഒന്ന് വന്നേ. 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. നമ്മൾ വിശ്വാസത്താൽ പ്രാപിച്ചിരിക്കുന്ന ആ വാഗ്ദത്തം നമ്മുടെ മേലിൽ ഉള്ളത് കൊണ്ടാണ് അബ്രഹാമിന്റെ നന്മയും അനുഗ്രഹവും നമ്മുടെ ഈ ജീവിതത്തിൽ എത്തിയത് വരുമെന്ന് പറയുന്നത്. ക്രിസ്തുവിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തായിരിക്കണം? വിശ്വാസത്തിന്റെ വാഗ്ദത്തത്തിനായിട്ട് നമ്മൾ ഓടുന്നവരായി മാറണം. ഇനിയും കൂടുതൽ ഞാൻ പറഞ്ഞാൽ നിങ്ങളിൽ ആർക്കും ഒരു വിഷമം ഉണ്ടാകരുത്. ഇപ്പം കർത്താവ് വന്നിട്ട് നമ്മളെ ഒന്ന് സ്കാൻ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ എത്ര പേർ ഇവിടെ നിന്ന് കൊടുക്കും? ഇവിടെ ഒരു സ്കാനിങ് മെഷീനുമായിട്ട് കർത്താവ് ഇവിടെ വന്നിരിക്കുക. എന്നിട്ട് പറയുക, ജിജി കമ്മിയർ, ഇതിലൊന്ന് കയറി നിന്നേ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം നിങ്ങൾ കണ്ടോണ്ടിരിക്കുക കേട്ടോ. സ്ക്രീനൊക്കെ ഉണ്ട്, ഇതുപോലെ ഇതിനേക്കാളും വലിയ മെഗാ സ്ക്രീനൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ സന്തോഷിക്കും. കാര്യം എന്നെയാണല്ലോ വിളിച്ചത്. അപ്പം അതിനകത്ത് ഇന്നത്തെ സിസ്റ്റം ടെക്നോളജി ഒക്കെ ഇത്രയും ഹൈ ആയിട്ട് നിൽക്കുമ്പം ഇതെല്ലാം ഈ മൂളയ്ക്കകത്ത് കൊടുത്ത ദൈവത്തിന് അതിനേക്കാളും വലിയ ടെക്നോളജി ആയിട്ട് വരുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നെ കയറ്റി നിർത്തി എന്റെ സ്കാനിങ് റിപ്പോർട്ട് മുഴുവൻ അവിടെ വരുമ്പോൾ ഇരിക്കുന്ന നിങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഞാൻ അന്നേ പറഞ്ഞതാണ് ഈ പുള്ളി ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പതേ കംപ്ലീറ്റ് വെളിപ്പെട്ടു വരും. അപ്പൊ എന്റെ മുഴുവൻ വെളിപ്പെട്ടപ്പോ
ഇനി അടുത്ത ചാൻസ് ഇവിടെ ഇരിക്കുന്ന കലാസിസ്റ്ററിനാണെന്ന് ചിന്തിക്കുക. കലാസിസ്റ്ററിനാണെന്ന് ചിന്തിക്കുമ്പോൾ കലാസിസ്റ്റർ ഈ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ അത്യാവശ്യം നന്നായിട്ട് ജീവിക്കുന്നതെന്ന് പുള്ളിക്കാരിക്ക് അറിയാം. ഇനി എന്റെ റിസൾട്ട് വന്നാൽ ഇപ്പാരി പരിപാടി മുഴുവൻ എന്റെ എന്ത് ചെയ്യും, അവിടെ വെളിപ്പെട്ടാൽ എന്ത് ചെയ്യില്ല, കുഴപ്പമില്ല എന്ന് ചിന്തിച്ചാൽ പുള്ളിക്കാരി ഹാപ്പിയാണ്. ഇതേ സമയം നമ്മുടെ എന്താ പറയുന്നത്, സതീഷിനെ നിർത്താൻ ചിന്തിച്ചു. സതീഷിനെ നിർത്തുമ്പം ഒരല്പം ചെറിയ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അയ്യോ ഇത് മുഴുവൻ റിഫ്ലക്ട് ആവുമോ, ഇപ്പൊ ഇതെല്ലാം അവിടെ കാണും, ഇവരെല്ലാം കാണുമോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചിന്തിച്ച് ആകെ ബുദ്ധിമുട്ടാണ്. അത് കഴിയുമ്പോഴാണ് വേറൊരാൾ ഇവിടെ ഇരിക്കുന്നു, അയാൾ ഇതിനേക്കാളും വലിയ പോക്രിയായിട്ട് നടക്കുമ്പോൾ അവന്റെ കാര്യങ്ങളെല്ലാം കൂടെ വെളിപ്പെടുന്ന് പറയുമ്പോൾ അവൻ മെല്ലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോവോ, അല്ലെ ഉടനെ ഫോൺ വരുമ്പോൾ എഴുന്നേറ്റ് പോവോ, കാര്യം അവനെ വിളിക്കൂ. ഇപ്പം ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? നമ്മൾ നിഷ്കളങ്കരായിരിക്കണം ദൈവസന്നിധിയിൽ, വിശുദ്ധരായിരിക്കണം ദൈവസന്നിധിയിൽ. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വല്ലതും പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്നും കൊന്നും നമ്മൾ പലർക്കും ഭാരമാണ്. എത്ര നാള് ആളുകളോട് ചോദിക്കും, എത്ര നാള് കൈ നീട്ടും, എത്ര നാൾ ഒളിച്ചു നടക്കും. നമ്മുടെ ഇവിടുന്ന് പോയ ഒരു പാർട്ടി, ഒരു ഫാമിലി ഇടയ്ക്കിടയ്ക്ക് വഴി വെച്ച് കാണും, എന്നെ കണ്ട തലയൊടിച്ച് നടക്കുക. എന്തിനാ? വല്ല കാര്യമുണ്ടോ? ഞാനപ്പോഴും തല നിവർത്തിയിട്ടാ മുമ്പോട്ട് പോകുന്നത്. കാര്യം ഞാനൊന്ന് തല ഉയർത്തിയാലല്ലേ ആലോന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ ചിന്തിക്കുന്ന കാര്യം, എടാ നീ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ നീ തല താഴ്ത്തി നടക്കുന്നത്. ദൈവവചനം പറയുന്നത്, സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ നിന്റെ തല ഉയർത്തുന്ന ദൈവമാ. ഒരു ദൈവമൈതലിനെ കണ്ടാൽ, അല്ലെങ്കിൽ നിങ്ങളെ നടത്തിയവരെ കാണുമ്പോൾ നിങ്ങൾ തല താഴ്ത്തി നടക്കുന്നു എങ്കിൽ നീ ദൈവത്തിനുള്ളവനല്ല. ആ വാക്യം ഒന്ന് വായിച്ചേ. സങ്കീർത്തനങ്ങൾ 2-ാം അധ്യായത്തിലേക്ക് വന്നു. സോറി, 3-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. സങ്കീർത്തനങ്ങൾ 3:3. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാ. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം നീ എവിടൊക്കെ തല താഴുവാൻ, നിന്റെ തല താഴ്ത്തുവാൻ ഇടയായോ അവിടെയെല്ലാം നിന്റെ തല ഉയർത്തിയത് ഈ ദൈവത്തെ കണ്ടതുകൊണ്ടാ. ഇപ്പോഴും നീ പറയുന്നത് വിശ്വാസിയാണെന്നും നീ തല താഴ്ത്തി നടക്കുന്ന മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ നടക്കുന്നുണ്ടെങ്കിൽ നിന്നെ നടത്തുന്നത് ദൈവമല്ല. ഇനി ഇതിൽ കൂടുതൽ തെളിവ് എന്താ വേണ്ടേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിഷ്കളങ്കതയുണ്ടെങ്കിൽ, വിശുദ്ധി ഉണ്ടെങ്കിൽ, ദൈവമായിട്ടുള്ള പ്രാഗൽഭ്യമുണ്ടെങ്കിൽ മറ്റുള്ളവന്റെ മുഖത്ത് നോക്കി ചിരിക്കാനുള്ള പ്രാഗൽഭ്യം ദൈവം തരും. അപ്പൊ നമ്മുടെ പ്രശ്നം, എനിക്ക് ദൈവത്തിൽ നിന്ന് പോലും ഒരു രക്ഷയില്ലെന്നാ പറയുന്നത്. നമ്മുടെ പല ആൾക്കാരുടെയും കംപ്ലൈന്റ് ഇപ്പോഴും അതാണ്. ലോകത്തിൽ നിന്നോ രക്ഷയില്ല, കുടുംബത്തിൽ നിന്നോ സമാധാനമില്ല, നാട്ടുകാരുടെ നിന്നോ സമാധാനമില്ല. ഇനി ഞാൻ ദൈവസന്നിധിയിൽ പോയി ദൈവത്തെ വിളിക്കാൻ പോയാൽ ദൈവത്തിൽ നിന്ന് പോലും എനിക്ക് രക്ഷയില്ലെന്നാ പറയുന്നത്. അതാ സങ്കീർത്തനക്കാരൻ 2-ാം വാക്യത്തിൽ പറയുന്നത്, അവന് ദൈവത്തിങ്കിൽ നിന്ന് രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു എന്ന് പറയുമ്പോ നീയും ചിന്തിച്ചോണ്ട് നീയും അതിനെ എസ് മൂടുകയാണ്. ഒരു ദൈവമൈതലിനെ സംബന്ധിച്ചിടത്തോളം നിന്റെ തല ഉയർത്തുന്ന ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് നിനക്ക് നീ ബലപ്പെടേണ്ട, നീ വല്ലവരും പറയുന്നത് കേട്ട് ഒരു രക്ഷയുമില്ലെന്ന് പറഞ്ഞ് നീയും പറയുക എനിക്കും ദൈവത്തിൽ നിന്ന് ഒരു രക്ഷയുമില്ലെന്ന് അവര് പറയുന്നു എന്ന് പറയാ. നീ പറയാനല്ല ദൈവം നിന്നെ വിളിച്ചത്, മറിച്ച് നീ എന്തു പറയണം? നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാണെന്ന് ഇന്ന് പകൽ പറയാൻ തയ്യാറാണെങ്കിൽ നിന്റെ തല അവൻ ഉയർത്തുക തന്നെ ചെയ്യും. എത്ര പേർക്ക് സന്തോഷത്തോടെ ഇന്ന് പകൽ ഏറ്റെടുക്കാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പറയുന്നത് എങ്ങനെയാ? നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം.
വാളും പരിചയം എടുക്കുന്നവന്റെ കയ്യിൽ ഒരു പരിചയമുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുക, നിനക്ക് ചുറ്റും പരിച. ഇനി ഏത് വാളിട്ടടിച്ചാലും ഏത് കുത്തുകുത്താൻ വന്നാലും നിനക്ക് അത് എഫക്ട് ചെയ്യത്തില്ല. കാര്യം നിനക്ക് ചുറ്റും പരിചയ, നിനക്ക് ചുറ്റും പരിചയ. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയും? എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വമാണ്, എന്റെ മഹത്വം. അങ്ങനെയാ പറയേണ്ടത്. ഞാൻ ഇന്ന് പകൽ ജീവനോടെ നിൽക്കുന്നത് എന്റെ ദൈവം എന്നെ കരുതിയത് കൊണ്ടാ, ദൈവത്തിന്റെ മഹത്വം എന്റെ മേളിൽ ഇറങ്ങിയത് കൊണ്ടാ, ദൈവത്തിന്റെ കരുണ എന്റെ മേളിൽ പകർന്നത് കൊണ്ടാ, ദൈവം എന്നോട് കൃപ കാണിച്ചത് കൊണ്ടാ ഞാൻ ഇന്ന് പകലിൽ സന്തോഷത്തോടെ ഇരിക്കുന്നത് എന്ന് പറയാൻ താല്പര്യമുള്ളവർ, ചഞ്ചലമുള്ളവർ പറയണം, അവൻ എന്റെ മഹത്വമാ. അങ്ങനെയുള്ളവന്റെ തലയെ ഉയർത്തുന്നൊരു ദൈവമായ നമ്മുടെ ദൈവം. സ്തോത്രം. നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്നവരാണ് അല്ലേ? ചിലര് ഉറക്കമില്ലാത്തത് കൊണ്ട് സ്ലീപ്പിംഗ് പിൽസും കഴിച്ച് കിടക്കുന്ന ആൾക്കാർ. എങ്ങനെയും ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് ചിന്തിക്കുന്നു. ഒരു ഡീപ് സ്ലീപ്പിലേക്ക് പോയാൽ നമ്മൾ പിന്നെ ഈ നമുക്ക് ചുറ്റുപാടും എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയത്തില്ല. നല്ല ഉറക്കം കിട്ടുന്നവർ എത്ര പേരുണ്ട്? നല്ല ഉറക്കം കിട്ടുന്നവർ. കിടന്നാ മതി ഉറങ്ങിപ്പോകുന്ന പാർട്ടികൾ അല്ലേ? ഡീപ് സ്ലീപ്പ്. ഇങ്ങനെ ഞാൻ ഒരിടത്ത് ചെന്നേ, പണ്ട്, ഇപ്പോഴല്ല, നേരത്തെ ഒരു കൂട്ടായ്മയിൽ ചെന്ന് ഇതുപോലെ ഇതേ ചോദ്യം ഒരു ദേവദാസൻ ചോദിച്ചപ്പോ ഞാൻ ഉടനെ ഈ വിക്ടർ കൈപോക്കി പോലെ പോയി കൈപോക്കി. അപ്പൊ പുള്ളി എന്നെ നോക്കിയിട്ട് പറഞ്ഞ, ഒരു ടെൻഷനും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റുന്നത്. അപ്പം കൈപോക്കിയവർക്കും കൈപോക്കാത്തവരെയും ഓർത്ത് ഞാൻ പറയാം, ടെൻഷൻ ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്തു? ഒരു ടെൻഷനും ഇല്ല. ടെൻഷൻ ഇല്ലാത്തതുകൊണ്ട് കൈപോക്കി. പലതിനെ കുറിച്ച് ചിന്തിക്കുന്നവരെന്ത് ചെയ്തില്ല? കൈപോക്കിയില്ല, അല്ലേ? എന്നാൽ ഡീപ് സ്ലീപ്പ് തരുന്നത് ദൈവമാണ്. നിന്റെ പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെ നടുവിൽ നല്ല ഉറക്കം തരുന്നത് ദൈവമാണ്. അതിനൊരു തെളിവല്ലേ, യേശു പടകിൽ യാത്ര ചെയ്യുമ്പോൾ ശിഷ്യന്മാരുമായിട്ട് അക്കരയ്ക്ക് പോവുകയാണ്. കാറ്റടിക്കുന്നു, തിരമാലയടിക്കുന്നു, കോളടിക്കുന്നു, എല്ലാം ചെയ്യുമ്പോൾ യേശു അമരത്ത് തലയണ വെച്ച് എന്ത് ചെയ്യുന്നു? ഉറങ്ങുകയായിരുന്നു. ആ ഉറക്കമാണ് ഈ പ്രതിസന്ധിയുടെ നടുവിൽ നമുക്കും വേണ്ടത്. സ്തോത്രം. എങ്ങനെ നമുക്ക് ഉറങ്ങാൻ കഴിയും? അമരത്ത് ആരുണ്ട്? തകർന്നു പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത്, തകർക്കുമെന്ന് പറയുന്ന സ്ഥാനത്ത് ആരുണ്ട്? യേശുണ്ട്. ആ പടകിന്റെ സെൻട്രൽ പോയിന്റ്, അവിടെ അടിച്ചാൽ ആ പടക് തകരും എന്ന് അറിയാവുന്ന സ്ഥലത്ത് ആര് കിടക്കുക? യേശു കിടക്കുക. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം, ഒരു ഡീപ് സ്ലീപ്പ് നമ്മൾ കിട്ടുന്ന ആളുകൾ, ഇനിയും ഉറങ്ങാത്തവരോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഉറങ്ങുന്നവരോട് ചോദിക്കുക. ഒരു ഡീപ് സ്ലീപ്പിലേക്ക് നിങ്ങൾ പോയാൽ അപ്പുറം നടക്കുന്നവരും കൂടെ കിടക്കുന്നവരും അവിടെ എന്ത് നടക്കുന്നൊന്നും ആരും അറിയത്തേയില്ല. ഒരു മരണത്തിന് തുല്യമാണ്, അല്ലേ? പിന്നെ എങ്ങനോ ചാടി എഴുന്നേൽക്കുമ്പോഴാണോ വൈകിട്ട് ഒരു ഉച്ചമയക്കമാണെങ്കിൽ 5 മണിയായോ 4 മണിയായോ എന്ന് ചിന്തിക്കും. അല്ല, രാത്രി സമയമാണെങ്കിൽ വെളുപ്പിന് 5 മണിയായോ എന്ന് ചിന്തിക്കുന്നു. ഇതാരെ എഴുന്നേൽപ്പിക്കുന്നത്? അലാറമാണ്? അല്ല. എത്രയോ പേര് ഉറങ്ങാൻ കിടന്നിട്ട് അങ്ങനെ അങ്ങ് മരിച്ചു പോയില്ലേ? കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് അറിയാവുന്ന, ഇവിടെ പണ്ട് ഒരിക്കൽ ആരാധനയ്ക്ക് വന്ന 1-2 പ്രാവശ്യം വന്ന ഒരു ആന്റിയെ കഴിഞ്ഞ ദിവസം കണ്ടപ്പം അവരുടെ മരുമകൻ, ഇപ്പോഴല്ല, ഒരു 1 ഇയർ ബാക്ക്, അവരെ കണ്ടിട്ട് കുറച്ച് നാളായി, മരുമകൻ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നിടയ്ക്ക് മരിച്ചു. ഹസ്ബൻഡും വൈഫും എവിടെയോ യാത്ര തിരിച്ചു വന്നു. അവര് ആ വൈഫ് ക്ഷീണിച്ച് അവള് ഫ്രഷായി പോയി കിടക്കാൻ പോയി. അപ്പൊ ഇവൻ പറഞ്ഞ്, ഞാൻ ക്രിക്കറ്റ് കളി കണ്ടിട്ടേ എന്ത് ചെയ്യുന്നുള്ളൂ, കിടക്കുന്നുള്ളൂ, നീ പോയി കിടന്നോളാം. അവൻ കസേരയിൽ കാല് ടിപ്പയുടെ മേളിൽ കയറ്റി വെച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു, ഫാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവളും ചിന്തിച്ചു, പുള്ളി കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഇവള് പോയി കിടന്നു. ഇവളൊരു നല്ല ഉറക്കം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം ഹസ്ബൻഡിനെ അടുത്ത് കാണാനില്ല. ഇവൾ എഴുന്നേറ്റ് വന്നപ്പോൾ ടി വി ഓണായി കിടക്കുന്നു, ഫാൻ ഓടുന്നു, ഹസ്ബൻഡ് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. പോയി തട്ടി, എന്താ കിടക്കുന്നില്ലെന്ന് ചോദിച്ചിട്ടൊന്നും അനക്കമില്ല. പിന്നെ അടുത്ത് വന്ന് തട്ടി നോക്കിയപ്പം ആള് പോയി.
പറഞ്ഞു വന്നതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ. ഇരുന്ന ഇരിപ്പിൽ, കിടക്കുന്ന കിടപ്പിൽ മരണം പിടിക്കപ്പെടാമായിരുന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് പകലിൽ ഞാനും നിങ്ങളും എഴുന്നേറ്റിരിക്കുന്നതിന്റെ ഏക കാരണം കർത്താവ് നമുക്ക് ചുറ്റും പരിചയായി, പലകയായി നമുക്ക് ചുറ്റും അതിമഹത്വമായവനായതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് പകൽ എഴുന്നേറ്റിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വാക്യം എന്ന് വായിച്ച 5-ാമത്തെ വാക്യം, 3-ാമത്തെ അതിന്റെ 5-ാമത്തെ വാക്യം, ഞാൻ കിടന്ന് ഉറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. മനസ്സിലായോ? നമ്മൾ കിടന്ന് ഉറങ്ങിയപ്പോഴേ ഉറങ്ങാതെ ഒരുവൻ നമ്മളെ താങ്ങിയെന്ന് വല്ലതും അറിഞ്ഞോ? ഇതുകൊണ്ടാ രാവിലെ എഴുന്നേൽക്കുമ്പോ കർത്താവേ കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് സുഖകരമായ ഉറക്കം തന്നു, എന്നെ താങ്ങിയത് കൊണ്ട് ഞാൻ ഉണർന്നിരിക്കുന്നു എന്ന് പറയുവാൻ ഒരു ദൈവ പൈതലിനിടയാകണം. ഇതിനാ ഞാൻ നേരത്തെ പാട്ടൊക്കെ പാടി അവസാനിപ്പിച്ച ഇങ്ങനെയാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ കിടന്നുറങ്ങി. പലരും പറയുന്നത് എനിക്ക് കിടന്നാലങ്ങ് ഉറക്കം വരത്തില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തോടൊന്ന് പറയണം, കർത്താവേ എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞ് നിങ്ങൾ കിടന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം കിട്ടും. 4-ാമത്തെ അധ്യായത്തിലേക്കൊന്ന് വന്നേ, സങ്കീർത്തനങ്ങൾ 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. അപ്പം ആദ്യം എഴുതിയിരിക്കുന്നു ഞാൻ കിടന്നുറങ്ങി. ഇവിടെ എഴുതിയിരിക്കുകയാണ് ഞാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും. നീ അതിന് കാരണം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കാരണം നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കണം. അപ്പൊ ഉറക്കമില്ലാത്തതിന്റെ കാരണം മനസ്സിലായോ? നമ്മുടെ ഉള്ളിലെ ഭയമാണ്. നമ്മുടെ ഉള്ളിൽ ഭയം. എന്തിന്റെ ഭയം? എന്തൊക്കെയോ ഭയം. അതുകൊണ്ടാണ് നമുക്ക് ഉറക്കമില്ലാത്തത്. ഇനി ഉറക്കമില്ലാത്തവരൊന്ന് ചിന്തിച്ചോ, നിങ്ങൾ എന്തിനെ ഭയപ്പെടുന്നു? ആ ഭയപ്പെടുന്നതാണ് നിങ്ങളുടെ ഉറക്കം കെടുത്തത്. ദൈവവചനം പറയുന്നു, നിർഭയമായി ഭയമില്ലാതെ നിനക്ക് നിൽക്കാൻ വസിക്കുവാൻ കൃപ തരുന്നത് ഞാനാ. അങ്ങനെയാണെങ്കിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാനും ദൈവം കൃപ തരും. ഇന്ന് പകലിൽ ഉറങ്ങാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വാക്യം പറഞ്ഞു വേണം ഉറങ്ങാൻ. എന്താ? ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. വെറുതെ കൂടുതലൊന്നും അറിയില്ലേലും പറയാം, കൂടുതലൊന്നും നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, പറഞ്ഞാൽ മതി. കർത്താവേ അവിടുന്ന് വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഭയമില്ലാതെ കിടന്നുറങ്ങുവാൻ എന്നെ സഹായിക്കുന്നത് അവിടുന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിന്ന് പകലിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാനുള്ള കൃപ തരണമേ. അങ്ങനെ പറഞ്ഞ് ഉറങ്ങിയവർ, ഉറക്കം അനുഭവിച്ച് സമാധാനം അനുഭവിക്കുന്നവർ അടുത്ത ആഴ്ചയിൽ വന്ന് പറയണം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങിയെന്ന്. എന്നിട്ട് ഒരു ദിവസം കൂടെ കാണുവാൻ ദൈവം അനുവാദം തരുമ്പോൾ ആ ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റെന്ന് പറയണം, കർത്താവേ അങ്ങ് താങ്ങിയത് കൊണ്ട് ഞാൻ വീണ്ടും ഉണർന്നിരിക്കുന്നു എന്ന്. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം വായിച്ച റോമാലേഖനം 15-ാം അധ്യായം 29-ാം വാക്യം. എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ മതി. നമ്മുടെ വിഷയം ഉറക്കവും കിടപ്പൊക്കെ ഒന്നും അല്ലായിരുന്നു. നമ്മുടെ വിഷയം എന്തുവായിരുന്നു? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ഞാൻ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പം വി ആർ ബ്ലെസ്ഡ്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഓൾറെഡി അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ അനുഗ്രഹം നമ്മളത് പ്രാപിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ
അനുഗ്രഹപൂർത്തിയോടുകൂടെ വരും എന്ന് ഞാൻ അറിയുന്നു. അപ്പം നമ്മൾ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടു. 8-ാം അധ്യായത്തിലേക്ക് വന്ന് ഈ റോമാലേഖനം തന്നെ 8-ാം അധ്യായം 32-ാം വാക്യം. 8:32. എന്തുകൊണ്ടാ ദൈവം നമുക്ക് ഇതൊക്കെ ചെയ്തു തന്നറിയാമോ? സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ ഈ ലോകത്തിനു വേണ്ടി സകല മാനവജാതിക്കും വേണ്ടി കൊടുത്തെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട എനിക്ക് എന്താണ് വേണ്ടതെന്ന് ദൈവത്തിന് അറിഞ്ഞിട്ട് അത് നൽകാതിരിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, നാളെയും ഇന്നു മുതൽ ഈ വചനം കേട്ടത് മുതൽ കരഞ്ഞുകൊണ്ട് നടക്കാനല്ല, ഇന്ന് പകൽ എന്നെ നടത്തുന്ന സ്വർഗത്തിൽ ഒരു അപ്പനുണ്ടെന്ന് പറഞ്ഞ് തന്റെ ഇടത്തോടെ നെഞ്ചു വിരിച്ചു നടക്കുവാനിടയായി തീർന്നു. ഒന്നും കാണത്തില്ല, കാറ്റ് കാണത്തില്ല, കാർമേഘം കാണത്തില്ല, മഴ കാണത്തില്ല. എങ്കിലും ഇന്ന് പകൽ നീ തീരുമാനത്തോടെ ഇരുന്നാൽ നിനക്ക് വേണ്ടി മഴ അയക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ! എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയും? അതുകൊണ്ട് ഞാൻ വീണ്ടും എന്റെ വാക്ക് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്: നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതില്ല. അപ്പൊ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധ, നിഷ്കളങ്കം. ഞാനപ്പം സ്കാനിങ് മെഷീന്റെ കാര്യം പറഞ്ഞു, ദൈവം സ്കാൻ ചെയ്തെന്ന കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ ഇന്ന് പകലിലൊന്ന് ശോധന ചെയ്യുക. ഞാൻ ദൈവസന്നിധിയിൽ വിശുദ്ധനാണ്. നമ്മുടെ വാക്കുകൾ, പ്രവർത്തികൾ, നോട്ടങ്ങൾ ഇതെല്ലാം വിശുദ്ധിയിലാണ്. ഇനി നിഷ്കളങ്കമായിട്ടാണോ ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്? ദൈവം മക്കളോട് ഇടപെടുന്നത്, കുടുംബത്തിൽ ഇടപെടുന്നത്, മറ്റുള്ളവരുടെ ഇടപെടുന്നത് നിഷ്കളങ്കതയോടുകൂടിയാണ് ആണെന്നുണ്ടെങ്കിൽ 100% ഞാൻ പറയാം, നിങ്ങളെ അനാഥനായിട്ട് അവൻ വിടുകയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാക്കത്തേയില്ല. നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്റെയും ദൈവം എന്ന് പറയാൻ കാര്യം, അവരെ അനുഗ്രഹിച്ചെങ്കിൽ നമ്മയും അവൻ ധാരാളമായി അനുഗ്രഹിച്ചിരിക്കും. നമുക്ക് വേണ്ടി ചെങ്കടൽ അവൻ വഴി തുറന്നിരിക്കും. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ മാത്രം ഇന്ന് പകൽ തയ്യാറായ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനത്തിന് വേണ്ടി നമ്മെ കർത്താവ് ജയോത്സവമായി നടത്തുവാൻ വിശ്വസിക്കണം. നിർത്തിയതാണെന്നെ നിന്നതല്ല ഞാനും എത്ര സ്തുതിച്ചിടണം. നിർത്തിയതാണെന്നെ നിന്നതല്ല ഞാനും എത്ര സ്തുതിച്ചിടണം. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ എത്ര നാൾ കാത്തിടണം. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. നാം ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതാണ്. ദൈവസന്നിധിയിൽ ഞങ്ങളെ നിർത്തുമ്പോൾ, വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ ഞങ്ങളെ കടത്തിവിടുമ്പോൾ
ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തി നിർത്തുന്ന ദൈവകൃപയുണ്ടെന്ന് ഞങ്ങൾ ഇന്ന് പകൽ തിരിച്ചറിയുന്നു. ആ ദൈവകൃപയ്ക്കൊത്തവണ്ണം നിൽപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണം.